ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണസ് കിച്ചൺ. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് സിറപ്പുമായിട്ടാണ്, അഥവാ സ്ക്വാഷ്. അപ്പോൾ നമുക്ക് ഒരു മാസത്തോളം ഇത് ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിക്കാം. ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ അർണസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇടത്തരം നല്ല പഴുത്ത ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തൊലിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഞാനിവിടെ 9 എണ്ണമാണ് എടുത്തത്. 9ൻ്റെ അളവാണ് ഞാനിവിടെ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിനുള്ളിലെ പഴുപ്പും സീഡ്സൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഫോർക്ക് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ സ്പൂണാകുമ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഒരു വെള്ള സാധനമൊക്കെ നമ്മുടെ സ്പൂണിൻ്റെ ഒപ്പം തന്നെ കിട്ടും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഫോർക്ക് ഉപയോഗിച്ചാകുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലെ പഴുപ്പൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 9 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫുൾ പൾപ്പ് എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്കിങ്ങനെ സിറപ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ചില ആൾക്ക് ഇതിൻ്റെ സീഡ്സ് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്നീഡ്സൊക്കെ നമുക്ക് കളഞ്ഞ ശേഷം സിറപ്പാക്കിയിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് സ്നീഡ്സോടെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു അരിപ്പയിലിട്ട് അരിച്ചിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ ഫാഷൻ ഫ്രൂട്ടും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെയും പൾപ്പൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൾപ്പൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിൽ പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ 9 ഫാഷൻ ഫ്രൂട്ടാണ് എടുത്തത്. അതിനനുസരിച്ച് ഞാനൊരു 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ടാവും. എനിക്കത് മധുരം മതിക്കാൻ എൻ്റെ ഫാഷൻ ഫ്രൂട്ട് നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടാവുന്നതാണ്. അപ്പോൾ 300 ഗ്രാം പഞ്ചസാര അളന്ന അതേ ഗ്ലാസിൻ്റെ അളവ് തന്നെയാണ് ഞാനിവിടെ വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് ലായനി ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര ലൈന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരക്ക് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഇത് കുറച്ച് കട്ടിയാവണം പഞ്ചസാര ലായനി. അപ്പോൾ ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട. അപ്പോൾ കുറച്ച് കട്ടിയാവുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാര ലായനിയുടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 നാരങ്ങയുടെ നീര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തണിയാൻ വെക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുത്ത പഞ്ചസാര ലായനിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പൾപ്പ് എടുത്ത് വെച്ച പാഷൻ ഫ്രൂട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഈ പഞ്ചസാരയും പാഷൻ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് നിങ്ങൾക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് സിറപ്പ് അഥവാ സ്ക്വാഷ്. അപ്പോൾ നമുക്കിതിന് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിനി ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് സിറപ്പ് ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ ഒരു പകുതി ഫുള്ളായിട്ട് നനയ്ക്കാൻ പാടില്ല, ഒരു പകുതി 3/4 ഭാഗം കൂടിയേ നനയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മളിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നീഡ്സ് മൊത്തം ഗ്ലാസ്സിലേക്ക് വീഴും. അപ്പോൾ നമുക്കിതിന് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യാൻ എന്ന രീതി കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഞാനൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്, കാരണം ഗ്ലാസ്സിന് നേരെ പകുതി വരെ പാഷൻ ഫ്രൂട്ട് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ്സിന് നേരെ പകുതിയാണ് ഞാൻ പാഷൻ ഫ്രൂട്ട് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി ഞാനിവിടെ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്, ഐസും വെള്ളം. കാരണം ഞാനിത് ഓൾറെഡി സിറപ്പ് ഫ്രിഡ്ജിൽ വെക്കാത്തത് കൊണ്ട് തന്നെ തണുപ്പില്ല. അതുകൊണ്ട് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.